ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളാണ്. അതിൻ്റെ 2-ാമത്തെ ലൈൻ മുതൽ ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് മുതൽ തുടങ്ങാം. ഹല്ലേലൂയ. ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പരിചിതമായ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വചനം നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ കർത്താവ് തരുമെന്നൊരു ബോധ്യമാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഇസ്ഹാക്കിൻ്റെ കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെട്ട ഒരു വിടുതലിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 2 ആത്മീക സന്ദേശങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ സന്ദേശം, പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്ഹാക്കിനെ അവിടെ കാണാം. 2, പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു റെബേക്കയെ അവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. എത്ര നല്ല അനുഭവമാണ്. പ്രാർത്ഥിക്കുന്ന ഭർത്താവും ദൈവത്തോട് ചോദിക്കുന്ന ഭാര്യയും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. പ്രാർത്ഥിക്കുന്ന ഭർത്താവും പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഭാര്യയും. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? സ്തോത്രം. അബ്രഹാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇസ്ഹാക്കിൻ്റെ പ്രാർത്ഥന വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ആത്മീക ദൂത് ആദ്യം പറയാം. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിന്മേൽ കിടക്കുന്ന വാഗ്ദത്ത നിവർത്തിക്ക് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ഇസ്ഹാക്കിൻ്റെ വാഗ്ദത്ത നിവർത്തി സന്തതിയാണെങ്കിൽ നിന്റെ വാഗ്ദത്ത നിവർത്തി സമ്പത്താകാം, ആരോഗ്യമാകാം, കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറാകാം. ആ വാഗ്ദത്ത നിവർത്തി താമസിയാതെ നിന്റെ കുടുംബത്തിലുണ്ടാകും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടണം? സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിറവേറാൻ പോകുന്ന വാഗ്ദത്ത നിവർത്തി, ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ കുടുംബജീവിതങ്ങളെ അലങ്കരിക്കുവാൻ പോകുകയാണെന്ന്. പിശാച് ഒരു വഴിക്ക് കുടുംബജീവിതങ്ങളെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ അലങ്കരിക്കുവാൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദൂതിലോട്ട് ഒന്ന് പ്രവേശിക്കാം. ഒന്നാമത്തെ കാഴ്ച, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്ഹാക്കിനെ കാണാം.